ഹായ് ഹലോ നമസ്കാരം. മലയാളി കുക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മത്തിപ്പീര വാഴയിൽ പൊള്ളിക്കാൻ പോവാണ്. യൂട്യൂബിൽ ആദ്യമായിട്ടാണ് മത്തിപ്പീര വാഴയിൽ പൊള്ളിക്കുന്ന ഒരു വീഡിയോ. ഇതുവരെ ഏതൊരു ചാനലിലും ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടില്ല. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം കളയാൻ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ 4 കുടംപുളി എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്താൻ വയ്ക്കാം. ഇനി അതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ഈ സമയം കൊണ്ട് 1 കപ്പ് ചിരകി തേങ്ങ അതൊന്നിട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ജീരകമാണ്, ചെറിയ ജീരകം അന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാളയാണ്, അത് നമുക്കൊന്ന് സ്ലൈസായി കട്ട് ചെയ്ത് അന്നിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 5 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കുറച്ചും കൂടി നന്നായിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ്, 1 ടേബിൾ സ്പൂണോളം ഉണ്ട്, അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പിലയും വെളിച്ചെണ്ണയും ആദ്യം തന്നെ ചേർക്കാവുന്നതാണ്. ഞാനത് വിട്ടുപോയി, അതുകൊണ്ടാണ്. ഓക്കെ, കുഴപ്പമില്ല. നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഓക്കെ, ഇതാണ്ടോ മത്തി ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 27 ഉണ്ട്. ശരി, ഇനി ഞാൻ ഒരു മൺചട്ടിയിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 3 വറ്റൽമുളക് അത് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 4 വെളുത്തുള്ളി എലി ചതച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറി ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് കളർ മാറി നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന വരയ്ക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുണ്ടോ വെളുത്തുള്ളിയുടെ കളറൊക്കെ മാറി റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഞാൻ ക്ലീൻ ചെയ്ത മത്തി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കുടംപുളിയും വെള്ളം കൂടെ അത് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു തവ കൊണ്ട് പതുക്കെ ഒന്ന് നമുക്ക് അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ പുളിവെള്ളവും ഇതെല്ലാം ഒന്ന് സെറ്റായിട്ട് വരട്ടെ. ഓക്കെ, ഇതാണോ നല്ലപോലെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മാക്സിമം ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇത് ഏകദേശം ഒരു 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാടാ നമ്മുടെ മത്തിയൊക്കെ നല്ലപോലെ വെന്ത് സെറ്റാണ്. ഇത്രയും മതി. ഇതൊന്ന് അടിപ്പിടിച്ചൊന്ന് അറിയാൻ വേണ്ടി ഞാൻ തുണി എടുത്തിട്ട് ഇതൊന്നും ഇളക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇല്ല കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഒരു കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങാപ്പീരയും മീനൊക്കെ നല്ലപോലെ ഒന്ന് മിക്സായിട്ട് വരട്ടെ. കണ്ടോ ആ വെള്ളമൊക്കെ ഇപ്പോൾ കണ്ടോ വറ്റി സെറ്റാണ്. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഓക്കെ, ഇത്രയും മതി. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു വാഴയില വെച്ച് നന്നായി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് നേരം നമുക്കൊന്ന് ആവിലൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 4 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അടിപൊളി, കണ്ടോ നല്ല ആവിയൊക്കെ പറഞ്ഞ് നല്ല മണമാണ് ഇവിടെ. ഇപ്പോൾ നമുക്ക് ആ ഇലയൊന്നും എടുത്ത് മാറ്റാം. ഓക്കെ, കണ്ടോ അടിപൊളി നല്ല ആവി വരുന്ന കണ്ടോ. മത്തിപ്പീര ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു തവ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ ആവി ആയിട്ട് ഇപ്പോൾ അടുക്കി പിടിച്ചിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇല്ല കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ്, അത് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മത്തിപ്പീരയിലൊക്കെ നമ്മുടെ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ നല്ല പോലെ ഒന്ന് സെറ്റാവട്ടെ. ഇപ്പോൾ തന്നെ ഇവിടെ നല്ല മണമാണ്. എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ല. നല്ല പോലെ നമ്മുടെ മത്തിപ്പീര ഇവിടെ സെറ്റായിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, ഇത്രയും മതി. ഇനി വാട്ടി വെച്ചിരിക്കുന്ന വാഴയിലേക്ക് നമ്മുടെ മത്തിപ്പീര ഇട്ട് കൊടുക്കാം. കണ്ടോ കാണുമ്പോൾ തന്നെ നന്നായിട്ട് നല്ല ആവിയൊക്കെ പറക്കുന്ന നല്ലൊരു രസമുണ്ട് കാണാൻ തന്നെ. കഴിക്കുമ്പോഴും അതുപോലെ തന്നെ നല്ല രുചിയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലൂടെ ഒരു വാഴയിലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മടക്കാനുണ്ട്. ഓക്കെ, വാഴയില വാട്ടിയത് കൊണ്ട് കണ്ടോ നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. നല്ല പോലെ നമുക്കിങ്ങനെ മടക്കിയെടുക്കാൻ പറ്റും. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്, എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇനി അറിയാത്തവരുണ്ടെങ്കിലോ അവർക്കൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. കണ്ടോ വാഴയില കീറിപ്പോവോ പൊട്ടിപ്പോവൊന്നും ചെയ്യില്ല. ഇനി നമുക്കിത് വാഴനാര് കൊണ്ട് തന്നെയാണ് നമുക്ക് 2 ഭാഗവും ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇനി അത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ സമയം കൊണ്ട് തവയും ചൂടാക്കി എടുക്കാനുണ്ട്. ചൂടായ തവയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പീരപ്പൊതിയൊന്നും എടുക്കാം. ഇനി നമുക്ക് ആ തവയിലൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കൈ കൊണ്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ എക്സ്ട്രാ ഒരു കെട്ടും കൂടി കെട്ടിയിട്ടുണ്ട് കേട്ടോ, ക്രോസ് ആയിട്ടൊന്ന് കെട്ടിയിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചില്ല. ഓക്കെ, ഇനി ഒരു ഭാഗം നല്ലപോലെ ഒന്ന് ആവട്ടെ. ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. ഓക്കെ, വേണ്ട ഞാൻ സെൻറ്ററിലൂടെ ഒരു കെട്ടും കൂടെ കെട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് ഞാനിവിടെ കാണിച്ചില്ല എന്ന് മാത്രം. മറുഭാഗം കൂടെ ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എടുത്തൊന്ന് പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. ഇനി നമുക്ക് ആ വാഴ നരക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് ആ ഇലയൊന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. എല്ലാവർക്കും ആകാംക്ഷയായില്ലേ തുറന്ന് കാണാൻ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അയ്യവ, അങ്ങനെ നമ്മുടെ മത്തിപ്പീര വാഴയിൽ പൊള്ളിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ ഇതുണ്ടാക്കാൻ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്